ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിന്നൊരു ഈസി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 കപ്പ് 250 ml 5 കപ്പിലാണ് അരി എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു വലിയ പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായാൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഈ ഒരു ഫ്രൈഡ് റൈസിന് എല്ലാ വെജിറ്റബിൾസ് എല്ലാം പൊടിയായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഉള്ളി ഇട്ടിട്ട് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മളിപ്പോൾ ചോറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് വേറെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് നമുക്കൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു 5-6 പീസ് വലിയ പീസ് ചിക്കന് ഞാനൊരു സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം പൊടിയായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് കൈവച്ചിട്ട് പിച്ചിയെടുത്തിട്ടുള്ള ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ മസാല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല റെഡിയായി. ഇനി നമുക്കൊന്ന് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 4 മുട്ട, ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാൻ മുന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് പൊടിയായിട്ട് ആക്കിയെടുക്കാം. ഈ മുട്ടയും കൂടി നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മളെ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ മസാല റെഡിയായി. ഇനി ഇതിലേക്ക് വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ഉപ്പും വെള്ളവും സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചിട്ടുള്ള ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്പ്രിംഗ് ഒനിയനും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യുക. ഞാനൊരു 20 മിനിറ്റ് ഇത് ദം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ നല്ലോണം ഫ്ലേവറൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ദം ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.